കൊച്ചിൻ ഷിപ്പ്യാർഡ് CMD, അതോടൊപ്പം തന്നെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ, ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ്, ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അദ്ദേഹം നേരിട്ട് സംസാരിച്ചു. 1-2 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിൻ്റെ പ്രവർത്തനവുമായി അദ്ദേഹം അത് ഏറ്റെടുത്തു, അത് മുന്നോട്ട് കൊണ്ടുപോയി എന്ന് മാത്രമല്ല, അതിലേറെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, കഴിഞ്ഞ ദിവസം അദ്ദേഹമായിട്ട് കോഴിക്കോട് ഹോട്ടലിൽ വെച്ച് സംസാരിച്ചപ്പോൾ, കോൺഗ്രസിൻ്റെ അതിൽ സംസാരിച്ചപ്പോൾ, അത് എന്ന് തുടങ്ങും, അതല്ലെങ്കിൽ അതിൻ്റെ എന്താണ് അതിൻ്റെ കറക്റ്റ് സ്റ്റാറ്റസ് കോ, വർഷങ്ങളായിട്ട് മെയിൻ്റനൻസ് ഇല്ലാണ്ട് കിടന്നിരുന്ന 3 വെസൽസ് 10-ാം തീയതിക്കുള്ളിൽ അതിൻ്റെ മെയിൻ്റനൻസ് പൂർത്തിയാക്കി സർവീസിന് ലഭ്യമാകും, അതിൻ്റെ മറ്റുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നുള്ള കൃത്യമായി അദ്ദേഹം 1000 കാര്യങ്ങൾക്കിടയിൽ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു വിഷയമായിരിക്കാം ബേപ്പൂർ പോർട്ടിൻ്റെ വിഷയം. ഞങ്ങൾക്കറിയാം കോഴിക്കോട് തുറമുഖ നഗരമാണ്. ഈ തുറമുഖ നഗരത്തെ ഏറ്റവും കൂടുതൽ ബാധിച്ചൊരു വിഷയമാണ് ലക്ഷദ്വീപ് ബേപ്പൂർ പാസഞ്ചർ വെസൽ സർവീസ്. ഇവിടുത്തെ വ്യാപാര രംഗത്തെ വളരെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം ബേപ്പൂരിനെ ഡിപ്പെൻഡ് ചെയ്ത് 300-ൽ കൂടുതൽ കുടുംബങ്ങൾ ഡയറക്റ്റ് എംപ്ലോയ്മെൻ്റ് ഉണ്ട്. അതിൻ്റെ പരോക്ഷമായിട്ട്, പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ആയിരക്കണക്കിന് ആളുകൾ അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ നിരവധി ജനപ്രതിനിധികളുമായി ബന്ധപ്പെട്ട് ചേംബർ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും, നമ്മൾ ഒരുപാട് പ്രവർത്തനം അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു മാറ്റം വരുത്തിക്കണം. അതാ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞ, നാട്യങ്ങളില്ലാത്ത പൊതുപ്രവർത്തനം എന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്ന മികച്ച ഒരു ജനപ്രതിനിധിയാണ്. അദ്ദേഹത്തെ പോലെ എല്ലാ ജനപ്രതിനിധികളും ആയിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ആഗ്രഹിക്കാം. വളരെ അഭിമാനത്തോടു കൂടിയാണ് ഇന്ന് ചേംബറിൻ്റെ, കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ അംഗങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അതിന് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ പ്രധാന കാരണം നമുക്കറിയാം, ചേംബറിൻ്റെ ഈ സന്തോഷ മുഹൂർത്തത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ തന്നെ അഭിമാനമായ ശ്രീ സുരേഷ് ഗോപി സേവനത്തിന് എന്നെ പലപ്പോഴും അദ്ദേഹം അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ എതിർചേരിയിൽ നിൽക്കുന്ന ആരാണെങ്കിലും, ഏത് രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിലും അല്ലെങ്കിൽ സിനിമാ മേഖലയിലുള്ളവരാണെങ്കിലും അവസാനം എത്തി നിൽക്കുന്നത് സേവനത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തെ കരച്ചു വയ്ക്കാൻ ഒരാളുമില്ല. ബിക്കോസ് ഞാൻ ആലോചിക്കുന്നു, ഞാൻ ഓർക്കുന്നു, ശ്രീ ഇന്നസെൻ്റ് നമ്മുടെ കൂടെ ഇന്നില്ലാത്ത അമ്മയുടെ ഒരുപാട് വർഷത്തെ പ്രസിഡൻ്റായിരുന്ന ശ്രീ ഇന്നസെൻ്റ് സാർ പറഞ്ഞൊരു വാചകം, ശ്രീ സുരേഷ് ഗോപിയോട് അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി എന്തെങ്കിലും സാധനം വാങ്ങിച്ച് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ വഴിയിൽ ആരെങ്കിലും അത് ആഗ്രഹിച്ചാൽ അത് കൊടുത്തിട്ട് വീട്ടിലേക്ക് വെറുങ്കയോടെ പോകുന്ന മനുഷ്യനാണ് ശ്രീ സുരേഷ് ഗോപി എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ഈ സമയത്ത്.
അത്രമാത്രം സേവനത്തിൻ്റെ കാര്യത്തിൽ സർവീസ് എബോവ് സെൽഫ് നമ്മൾ പലപ്പോഴും പറയും. അത് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരു വ്യക്തിത്വത്തെ ആണ് നമുക്ക് ഇന്ന് മുഖ്യാതിഥിയായി ലഭിച്ചത് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അധികം സന്തോഷവും അഭിമാനവുമുള്ള കാര്യമാണ്. ഇന്ന് അദ്ദേഹത്തിന് മറ്റു പല പരിപാടികളുമുണ്ട്. വിശദമായ അധ്യക്ഷ പ്രസംഗത്തിലൂടെ പ്രസക്തിയില്ല. ചേംബറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മളിവിടെ ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒക്ടോബർ 19, 20 ചേംബറിനെ സംബന്ധിച്ച് വളരെ പ്രധാനമായ 2 ദിവസങ്ങളാണ്. കോഴിക്കോട് ട്രേഡ് സെൻറ്ററിൽ ചേംബർ ഒരു ഇൻ്റർനാഷണൽ ബിസിനസ് ടു ബിസിനസ് എക്സ്പോ സംഘടിപ്പിക്കുന്നു. അതിൽ നമ്മുടെ അംഗങ്ങൾക്കും മറ്റ് വ്യാപാര രംഗത്തുള്ളവർക്കുമൊക്കെ തന്നെ പുതിയ ബിസിനസ്സുകൾ തുടങ്ങാനും ഫ്രാഞ്ചൈസി തുടങ്ങാനും ഒക്കെയുള്ള ഒരു അസുലഭ നിമിഷമാണ്. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ്, നമ്മുടെ ബിസിനസ്സിന് പുതിയ ഇൻവെസ്റ്റേഴ്സിനെ പ്രതീക്ഷിക്കുന്നവർക്കും നല്ല രീതിയിലുള്ള ബിസിനസ് ആണെങ്കിൽ അതിൻ്റെ ഓപ്പർച്യൂണിറ്റിയും കൊടുക്കുന്ന ഒരു വലിയ എക്സിബിഷനാണ് നമ്മൾ നടത്താൻ പോകുന്നത്. അതുപോലെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മളൊരു ന്യൂ കാലിക്കറ്റ് കോൺക്ലേവ് ഓഗസ്റ്റ് 7, 8 തീയതികളിൽ നമ്മൾ നടത്താൻ തീരുമാനിച്ചതുമായി അവസാന നിമിഷം വരെ മുന്നോട്ട് പോയതാണ്. ബഹുമാനായ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ സർ അത് ഉദ്ഘാടനം ചെയ്യാൻ വരാമെന്ന് എത്തിയിരുന്നു. കോഴിക്കോട് കോർപ്പറേഷനും കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സും സംയുക്തമായിരുന്നു ആ പരിപാടി. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷനും NIT കാലിക്കറ്റും സംയുക്തമായി നടത്താൻ ഉദ്ദേശിച്ച പരിപാടി ചുരൽമല മുണ്ടക്കൈ ദുരന്തം കൊണ്ട് നമുക്ക് മാറ്റിവെക്കേണ്ടി വന്നു. ആ മാറ്റിവെച്ച പരിപാടി നവംബറിൽ, അതായത് കോഴിക്കോടിനെ സംബന്ധിക്കുന്ന സമഗ്ര വിഷയങ്ങൾ, ട്രാഫിക് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആവട്ടെ, ബിസിനസ് ഡെവലപ്മെൻറ്റ്, കാലിക്കറ്റിൻ്റെ ബിസിനസ് ഡെവലപ്മെൻറ്റ് ആവട്ടെ, സീവേജ് ആൻഡ് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ആകട്ടെ, അങ്ങനെ എല്ലാ ക്ലൈമറ്റ് റെസിലിയൻസ്, നമ്മൾ കേരളം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ക്ലൈമറ്റ് റെസിലിയൻസ്, അതുൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സെമിനാറായിരുന്നു അത്. അതും നമുക്ക് നടത്താനുണ്ട്. ഇതിനെല്ലാത്തിനും നിങ്ങളെല്ലാവരുടെയും സഹകരണം, പ്രത്യേകിച്ച് നമ്മുടെ ഏറ്റവും ബഹുമാനായ ഇന്നത്തെ മുഖ്യാതിഥി ശ്രീ സുരേഷ് ഗോപി സാറിൻ്റെയും ഒക്കെ സഹകരണം ഈ ചേംബറിൻ്റെ മുന്നോട്ടുള്ള എല്ലാ പരിപാടികൾക്കും ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് വ്യക്തിപരമായി നന്ദി പറയാൻ ഞാൻ അവസരം ഉപയോഗിക്കുന്നു. നമ്മുടെ കൂടെ BJPയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ സജീവനുമുണ്ട്. അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചിരുന്നു. അതുപോലെ ഈ സമയത്ത് പ്രിയ സുഹൃത്ത് സിറാജ് പറഞ്ഞ പോലെ സുജിതേട്ടനോടുള്ള ചേംബറിൻ്റെ പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിർത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. നമസ്കാരം. ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി അതിൻ്റെ നിലവിലെ സെക്രട്ടറി ശ്രീ സിറാജുദ്ദീൻ, പ്രസിഡന്റ് ശ്രീ വിനീഷ് വിദ്യാധരൻ തുടങ്ങിയ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ചേംബറിൻ്റെ മറ്റ് ഭാരവാഹികൾ, ചാർട്ടർ പ്രസിഡന്റ്, ഇതിൻ്റെ രൂപീകരണ സമിതിയുടെ ചെയർമാൻ അടക്കമുള്ളവരെ എല്ലാം മനസ്സുകൊണ്ട് നമിച്ചുകൊണ്ട് ഈ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഒരു പരമ്പര, ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരമ്പരകളുടെ അതിൽ പങ്കുചേരുവാനെത്തിയിട്ടുള്ള എല്ലാ സുമനസ്സുകൾക്കും സുഹൃത്തുക്കൾക്കും സഹോദരി സഹോദരങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും കോഴിക്കോടിനും എൻ്റെ വിനീത നമസ്കാരം. വളരെ സ്തുത്യർഹമായ ഒരു സേവന പരമ്പരയ്ക്ക് 25ാം വർഷം കുറിക്കുന്ന വളരെ ശ്ലാഘനീയമായ, അങ്ങനെ തന്നെ ആദരിക്കപ്പെടേണ്ട ഒരു മുഹൂർത്തം കൂടിയാണ്. ഒരു വർഷം നീണ്ടു നിൽക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊരു ആഘോഷത്തിൻ്റെ പേരിൽ, 25ാം വാർഷികാഘോഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുമെങ്കിൽ, തുറക്കപ്പെടുമെങ്കിൽ, ഇത് കോഴിക്കോടിനെ സംബന്ധിച്ചും കോഴിക്കോട് വഴി തന്നെ കേരളത്തിൻ്റെയും അതുവഴി ഭാരതത്തിൻ്റെയും വളർച്ചയ്ക്കുള്ള പുതിയ ഒരു വാതായനം തുറന്നു വയ്ക്കുന്ന പ്രവർത്തനങ്ങൾക്കുള്ള ഒരു വർഷത്തെ ആഘോഷ പരിപാടികളായിരിക്കും ഇവിടെ നമ്മൾ തുടങ്ങി വയ്ക്കുക എന്നത് വളരെ പ്രസക്തമായ കാര്യം. ഒരു പ്രദേശത്തിൻ്റെ ചുമതല ഒരു കോർപ്പറേഷനാണെങ്കിൽ, ഒരു മുനിസിപ്പാലിറ്റി ആണെങ്കിൽ, ഒരു പഞ്ചായത്താണെങ്കിൽ
അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു അംഗവും ആ തിരഞ്ഞെടുപ്പിലൂടെ വിജയിച്ചു വന്ന ആളിന് ശക്തമായ എതിർപ്പ് കാഴ്ചവെച്ച് രാഷ്ട്രീയ കക്ഷികളായാലും എതിർ സ്ഥാനാർത്ഥികളായാലും ഒരുപക്ഷെ വിജയം കൈവരിക്കാൻ പറ്റാതെ പോയവരായാലും എല്ലാവരും കൂടി ഒത്തുചേർന്നുള്ളതാണ് സമൂഹത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒഫീഷ്യലി ഡെപ്യൂട്ടഡ് ആയിട്ട് വരുന്ന, പ്ലേസ്ഡ് ആയിട്ട് വരുന്ന വ്യക്തികൾ മാത്രമല്ല. അവരുടെ എല്ലാം പിൻബലം എന്ന് പറയുന്നത് ഒരു സ്വാർത്ഥത ഇല്ലാത്ത, സ്വേച്ഛമായ ഒരു വിചാരങ്ങളും ഇല്ലാതെ ജനസമൂഹ നന്മയ്ക്ക് വേണ്ടി എന്ന് വിചാരിച്ച് കൂടുന്ന ഒത്തുചേരലിനെയാണ് ഒരുപക്ഷെ രാജ്യം ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നത്. ആ രാജ്യത്തിൻ്റെ വളർച്ചയിലേക്ക് കോഴിക്കോട് ഗണ്യമായ പങ്ക് വഹിക്കണമെങ്കിൽ, ഞാൻ ഓർക്കുന്നത് 98-ലാണിത് രൂപീകൃതമായത് എന്ന് പറയുമ്പോൾ തന്നെ എനിക്കറിയാവുന്നത് ചാക്കുണ്ണിയേട്ടനും അതുപോലെ തന്നെ ഇവിടുത്തെ വ്യാപാരി വ്യവസായി സമൂഹം, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ചേംബറിൻ്റെ എല്ലാം തണ്ടല്ലെന്ന് പറയുന്നത് വ്യാപാരി വ്യവസായി സമൂഹം തന്നെയാണ്. അതിൽ ആർക്കിടെക്ട്സും ചാർട്ടേഡ് അക്കൗണ്ടൻസും കമ്പനി സെക്രട്ടറീസും എല്ലാവരും അതിൻ്റെ ഭാഗമാണ്. ഇതൊരു നമുക്ക് അങ്ങനെ ഡെപ്യൂട്ട് ചെയ്ത് ഒരാളെ നിയോഗിക്കാൻ പറ്റാത്ത പ്രവർത്തനമാണ് രാജ്യത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത്. 10 വയസ്സുള്ള കുഞ്ഞുങ്ങൾ പോലും ഇന്ന് സൈബർ രംഗത്ത് അവരുടെ ചിന്തയിലൂടെ, പക്ഷേ പ്രോഡിജീസ് ആയിരിക്കും, അവരുടെയൊക്കെ ചിന്തയിലൂടെ ഉദിച്ചു വരുന്ന ഒരു അംശം ഇത് മനസ്സിലാക്കാനും ഇതെങ്ങനെ രാജ്യത്തെ ഒരു പ്രാപ്തിയിലേക്ക് എത്തിക്കും ഈ കുഞ്ഞിൻ്റെ ചിന്തയെന്ന് പറയുന്നത് കൃത്യമായി മനസ്സിലാക്കി അത് സമൂഹ മധ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ തയ്യാറാകുന്ന അച്ഛനമ്മമാർ, കുടുംബത്തിലെ ഏതെങ്കിലും ഒരു അംഗം, ഇവരെല്ലാം രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് പോഷകങ്ങളാണ്. അപ്പോൾ ഇത് ഏത് കോണിൽ നിന്ന് വരും എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. ഒരു സ്ട്രീറ്റ് വെൻഡർ ആയിരിക്കും ചിലപ്പം വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ഐഡിയ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ തന്നെയാണ് ഈ സുന്ദർ പിച്ചായിയെ പോലെയുള്ള ചിന്തകർ എന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരും. ടെക്നിക്കലി ദേ ഗോട്ട് എഡ്യൂക്കേറ്റഡ് ആൻഡ് പ്ലേസ്ഡ് ഇൻ എ പൊസിഷൻ വേർ ദേ കുഡ് ടെക്നിക്കലി ആൻഡ് അഡ്മിനിസ്ട്രേഷനലി ഡെലിവർ. ഡെലിവറൻസ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ആ ഡെലിവറൻസിന് വേണ്ടുന്ന കപ്പാസിറ്റിയാണ്, പൂർണ്ണമായ പ്രാപ്തിയാണ്. ആ പ്രാപ്തി നേടിയെടുക്കുന്നതിന്, പ്രാപ്തി തെളിയിക്കാൻ അവസരം കിട്ടാതെ പോയ ഒരുപാട് കണ്ണികളാണ്. അത് സമൂഹത്തിൽ ഇങ്ങനെ ചിതറി കിടക്കുന്നുണ്ടാവും. അവരുടെ ചിന്തയെ ക്രോഡീകരിച്ച് കൊണ്ടുവന്ന് നമുക്ക് സംവിധാനങ്ങൾക്ക് ശക്തമായ സ്ഥാപനം നൽകുന്നതിന് വേണ്ടി ഒരു കൂട്ടായ്മ ഉണ്ടാകണമെങ്കിൽ ആ കൂട്ടായ്മയ്ക്ക് പേര് ചേംബർ ഓഫ് കോമേഴ്സ് എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കും. ഞാൻ പറയുന്നത് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ചേംബറിൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ ഒരുപക്ഷെ നേരിട്ട് പങ്കാളിത്തമുള്ളവരാണെന്നില്ല. നമുക്ക് ഓൺടർപ്രണേഴ്സ് എന്ന് പറയുന്നത് എല്ലാം ഒരുപക്ഷെ ബിഗിനേഴ്സ് ആയിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് ഓൺടർപ്രണേഴ്സ് എന്ന പേര് തന്നെ ഇട്ടിരിക്കുന്നത്. ലെക്സിക്കൻ പരിശോധിച്ചാൽ അങ്ങനെയാണ് പറയുന്നത്. എനിവൺ ക്യാൻ ബി എൻ ഓൺടർപ്രണർ. With substance they come. With only productivity is the positive productivity is the result of their endeavors. Then they become part of the nation building process. ഇത് സാധ്യമാവും. നമുക്ക് ഒട്ടും സമയം കളയാനില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ സമയം പാഴായിപ്പോയി, പ്രവർത്തന രഹിതമായിരിക്കേണ്ട കാലഘട്ടമായിരുന്നു അത് എന്നൊന്നും പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല. പ്രവർത്തന രാഹിത്യം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ വളർച്ചയുടെ ക്യാൻസറാണ്. ആ ക്യാൻസറിന് ഇനി വളരാനുള്ള ഗ്രൗണ്ട് നമ്മുടെ മുന്നിലില്ല. പിന്നിലുള്ള ആ ഗ്രൗണ്ട് പോലും നമ്മൾ ചെത്തി വൃത്തിയാക്കി അവിടെ പുഷ്പവൃഷ്ടി നടത്തും എന്ന് പറയുന്ന മനോഭാവത്തോടുകൂടി രാജ്യത്തിൻ്റെയും പ്രദേശത്തിൻ്റെയും വളർച്ച എന്ന് വിചാരിക്കണം. 98-ൽ സ്ഥാപിതമാകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു ചാക്കുണ്ണിയേട്ടനും പി വി സ്വാമി
കുടുംബം, അന്നത്തെ കളക്ടർ ശ്രീ അമിതാഭ് ഖാൻ, ഇവരൊക്കെ മനസ്സിൽ ഇതുപോലെ മെന്റൽ ഓർ വെർച്വൽ ഓൺടർപ്രണേഴ്സ് എന്ന് കൽപ്പിച്ച് ഒരു സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ഒരു ചിന്ത ജനിച്ച് അതിനുവേണ്ടി ഒരു റൺ നടത്തിയെങ്കിൽ, അതിനെ മലബാർ റൺ എന്ന് പേരിട്ടെങ്കിൽ അതിൻ്റെ ചണ്ട വാഹകനായിരുന്നു ഞാൻ. 93-ലോ മറ്റോ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് ആ മലബാർ റൺ തുടങ്ങി വയ്ക്കുന്നത്. മലബാർ റണ്ണിൻ്റെ ഇച്ഛ എന്തായിരുന്നു, അതിൻ്റെ ഫലസമാപ്തി എന്തായിരുന്നു, ആ ഫലസമാപ്തിക്ക് തുടക്കം കുറിക്കാൻ സാധിച്ചെങ്കിലും അതിൻ്റെ ഗതി ഇന്നെന്താണ്? ഞാൻ കോഴിക്കോട് എയർപോർട്ടിനെ സംബന്ധിച്ചാണ് പറയുന്നത്. അപ്പോൾ താത്വികമായി തന്നെ നമുക്ക് കോഴിക്കോട് എയർപോർട്ടിൻ്റെ ഒരു പുനഃസ്ഥാപനം എന്ന് പറയുന്നതാണ് ഇന്ന് ചേംബറിൻ്റെയും കോഴിക്കോട് നിവാസികളുടെയും കേരളത്തിൻ്റെ എക്കോണമിയെ സംബന്ധിച്ച് കോഴിക്കോട് എയർപോർട്ടിനൊരു വലിയ പങ്ക് വഹിക്കാനുണ്ടെങ്കിൽ ആ പങ്ക് വഹിക്കുന്നതിനുള്ള പുതിയൊരു സ്റ്റേറ്റസിലേക്ക് നിങ്ങളുടെ പ്രവർത്തനം എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞ് ഒരു സ്വാർത്ഥ വിചാരവുമില്ലാതെ അത് ഒരു നാഷണൽ ഫങ്ഷണറി ആയിട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടുന്ന എല്ലാ സംശുദ്ധമായ അന്തരീക്ഷങ്ങളും ഒരുക്കപ്പെടണം എന്ന് ഞാൻ പറയുമ്പോൾ അതിൻ്റെ എർഗണോമെട്രിക്സ് ആയാലും ശരി തന്നെ, അതിൻ്റെ എക്കണോമെട്രിക്സ് ആയാലും ശരി തന്നെ, എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധാപൂർവം ചിന്തിച്ചാലോചിച്ച് ഇത് രാജ്യത്തിന് വേണ്ടി മാത്രമായിരിക്കുമെന്ന് പറയുന്ന ചിന്തയോടെ ഈ പ്രാദേശിക സ്തൂപം നല്ല ഉയർന്ന നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനം ചേംബർ കാഴ്ചവെച്ചാൽ തീർച്ചയായിട്ടും അതിനെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി കേന്ദ്രത്തിലും കേന്ദ്ര ഭരണത്തിൻ്റെ കൂടെ ഞാനും ഉണ്ടാകും എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ഇത് മാത്രമേ കഴിഞ്ഞ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു ചെറിയ സന്ദർശനവും ഒരു ചർച്ചയ്ക്കുമിടയ്ക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ആ ചർച്ച കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ, ഈ പേര് പറയുന്നില്ല, നിങ്ങളുടെ അംഗമാണ്, വലിയ വ്യവസായിയുമാണ്, അദ്ദേഹം വന്ന് കാതിൽ പറഞ്ഞത് നമ്മളെല്ലാ കാര്യങ്ങളും നോക്കാം, ശ്രമിക്കാം എന്ന് പറഞ്ഞ് ഒന്ന് ഒഴിവാക്കണം, ഇല്ല എന്ന് പറയല്ലേ. ഞാനത് ശീലിച്ചിട്ടില്ല. ഞാൻ റൺ ഓഫ് ദ മിൽ കൈൻഡ് ഓഫ് എ പൊളിറ്റീഷ്യൻ. ദാറ്റ് ഈസ് നോട്ട് വാട്ട് ഐ ആം. ഐ ക്യാൻ നെവർ സേ ദാറ്റ്. അതൊരു സുഖിപ്പിക്കലാണെന്നൊന്നും ഞാൻ പുച്ഛത്തോടെ തള്ളുന്നില്ല. എങ്കിലും ഒരു വാഗ്ദാന സ്വഭാവം ഉണ്ടാവാൻ പാടില്ല. നടക്കാത്തത്, ഈ കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കാത്തത് നടക്കില്ല എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ. നടക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത ഒരു കാര്യം മറ്റേതെങ്കിലും മാർഗത്തിലൂടെ നടപ്പിലാക്കി എടുത്താൽ അത് സമൂഹത്തിന് നന്മയുള്ള ഒരു പ്രവർത്തനമായി ഉയർന്നു വരികയുമില്ല. അത് ഭാവിയിൽ ചിലപ്പോൾ വലിയൊരു അപകടകരമായ സ്ഥാപനമായി മാറാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. കോഴിക്കോട് എയർപോർട്ടിൻ്റെ എയർ സ്ട്രിപ്പിനെ സംബന്ധിച്ചും അവിടുത്തെ ഒരു ടെറസ്ട്രിയൽ കണ്ടീഷനിങ് അല്ല പ്രശ്നം. ശരിക്കും പറഞ്ഞു, റൺവേ എന്ന് പറയുന്നത് വിഡ്ത്തും അതിൻ്റെ ലെങ്ത്തും അതിൻ്റെ സേഫ്റ്റി പാരാമീറ്റേഴ്സും എല്ലാം കീപ്പ് ചെയ്യണം. ഒരുപക്ഷെ അത് അവിടെ സ്ഥാപിക്കാൻ പാടില്ലായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ അങ്ങനെ ചോദിക്കുന്നവരുടെ കൂടെ നിന്നു പോകും. അത്രേ എനിക്ക് തൽക്കാലം പറയാൻ പറ്റും. ടേബിൾ ടോപ്പ് എന്ന് പറയുന്ന ഒരു അസാധ്യമായ പ്രതിഭാസമൊന്നുമല്ല. ലോകത്ത് 100 കണക്കിന് ടേബിൾ ടോപ്പാണ്. നിങ്ങൾ നോർത്ത് ഈസ്റ്റിലേക്ക് ചെന്ന് പല എയർപോർട്ടുകളും നോക്കും. പക്ഷെ അതിൻ്റെ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ആദ്യം സെറ്റ് ചെയ്ത് കറക്റ്റബിൾ എന്ന് പറയുന്ന ഒരു ടാഗിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമാണ് അത് സ്ഥാപിച്ചത്. ഇത് കുറച്ച് വ്യഗ്രത കൂടിപ്പോയതെന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട്. കോഴിക്കോടിൻ്റെ ജില്ലയിൽ തന്നെ ഒരുപക്ഷെ വയനാടിന് കൂടി പ്രയോജനപ്രദമാവുന്ന ചില പ്രദേശങ്ങൾ അന്ന് കണ്ടെത്തിയില്ല. ഇന്ന് ആ പ്രദേശങ്ങൾ ഈ എയർപോർട്ടിന് വേണ്ടി തുടിപ്പോടെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരെ നമുക്ക് നിഷേധിക്കാനും നോക്കാം. നമുക്കെന്താ വേണ്ടത്? വ്യവസായം. ഞാൻ സത്യം പറഞ്ഞാൽ സന്തോഷിക്കുകയായിരുന്നു. ഇങ്ങനെയുള്ള ഈ ചടങ്ങുകൾക്ക് നിലവിളക്കെന്ന് പറയുന്നത് കൊളുത്തി വെച്ചാൽ മിക്കവാറും കത്തിച്ച് നമ്മൾ സ്റ്റേജ് വന്നിരിക്കുമ്പോഴത്തേക്കും പലതും അണഞ്ഞിട്ടുണ്ടാവും. ഇത്രയും നേരം അതല്ല ഭംഗിയായിട്ട് എല്ലാ തിരിയും കിടാതെ നമ്മുടെ ഒരു സൗഖ്യത്തിന് വേണ്ടി ഒരു ഫാൻ ഇട്ട് നശിപ്പിച്ച് കളഞ്ഞെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ.
നിലവിളക്കെന്ന് പറയുന്നത് ഒരു ആചാരസ്തംഭമേ അല്ല. വളർച്ചയ്ക്കും വേണ്ട വെളിച്ചത്തിനുമുള്ള ഒരു വഴികാട്ടിയാണ് നിലവിളക്ക്. അത് കെടാതെ എപ്പോഴും സൂക്ഷിക്കണം. ഞാൻ പറഞ്ഞു വരുന്ന അന്ന് ഒരു ചേംബറിന്റെ പിന്തുണ പോലും ഇല്ലാതെയാണ് സത്യത്തിൽ ഗംഗേട്ടനും ചന്ദ്രേട്ടനും അതുപോലെ തന്നെ ഡോക്ടർ ജയരാജ് ഇവരൊക്കെ ഇപ്പോഴും ആ വെള്ള ടീഷർട്ട് ഇട്ട്, ഞാനും അവിടെ വെച്ച് ടീഷർട്ട് ഇട്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ കുടി വിളിച്ചു കൊടുക്കുന്നത്. ചാക്കുണ്ണിയേട്ടനും ഒക്കെ അതിൻ്റെ മുന്നിലുണ്ടായിരുന്നു. അന്നത്തെ വ്യാപാരി വ്യവസായി സമൂഹം എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപക്ഷെ നിങ്ങളുടെ ഒരു തലതൊട്ടപ്പൻ സ്ഥാനം ലഭിക്കാനുള്ള ഒരു ഇൻ്റലിജൻസ് എൻ്റെതും ഉണ്ടായിട്ടുണ്ട് എന്നെനിക്കിവിടെ സ്ഥാപിക്കാൻ സാധിക്കും. 70കളുടെ അവസാനം 80കളുടെ ആദ്യം വളരെ ശക്തമായി കേരളത്തിൽ വ്യാപാരി വ്യവസായി സമൂഹമെന്നേ ഞാൻ പറയുന്നുള്ളൂ. കാരണം അതിപ്പോൾ 2-3 കഷ്ണമാണ്. അവർ തങ്ങളിൽ പടയൊരുക്കവും പൊരുതലും ഒക്കെയുണ്ട്. അതെനിക്ക് താല്പര്യമുള്ള വിഷയമല്ലാത്തത് കൊണ്ട് വ്യാപാരി വ്യവസായി സമൂഹം ആ നേതാക്കളൊക്കെ കൊല്ലത്തൊരു വലിയ സമ്മേളനം വിളിച്ചു കൂട്ടിയ സമയത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 79-ലോ 80-ലോ ആണ് കേരളത്തിലെ ആദ്യത്തെ യങ് മെർച്ചൻസ് അസോസിയേഷൻ കൊല്ലത്താണ് സ്ഥാപിതമാവുന്നത്. അതിൻ്റെ ആലോചനാ യോഗത്തിൽ ഞങ്ങൾക്ക് കൺവീനർമാരും ചെയർമാൻമാരും ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ചെയർമെന്നായിരുന്നു. ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. പോസ്റ്റർ അടിച്ച് രാത്രി കാലങ്ങളിൽ കൊല്ലത്തെ MM അബ്ദുൽ ഖാദർ ആൻഡ് സൺസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ എൻ്റെ അച്ഛനും അച്ഛൻ്റെ അച്ഛനും ഉള്ള കാലം മുതൽ കുടുംബ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ ആയിരുന്നു. അവിടുത്തെ എൻ്റെ പ്രായത്തിനേക്കാൾ കുറച്ചുകൂടി മൂത്ത് നിൽക്കുന്ന സഹോദരങ്ങൾ അടക്കമുള്ളവർ കൊല്ലത്തെ വ്യവസായ സമൂഹത്തിലെ ചെറുപ്പക്കാരെല്ലാവരും ചേർന്ന്, അന്നത്തെ എന്നേക്കാൾ മുതിർന്നവരാണ്. ഞാൻ കോളേജിൻ്റെ ഒരു ഡിഗ്രി ഫൈനൽ ആ ഏരിയയിൽ എത്തിയിട്ടേ ഉള്ളൂ. രാത്രി പോസ്റ്റ് ഒട്ടിക്കാൻ പോയിട്ടുണ്ട്. റോഡിൽ ടാറിൽ നല്ല വെള്ള പെയിൻറ് വെച്ച്, അതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. കാരണം വ്യാപാരികളുടെ കൂട്ടത്തിലെ തന്നെ പെയിൻറ് കടക്കാർ കൊണ്ട് തന്ന പെയിൻറ്റാണ്. ശുചിത്വം അതേ വ്യവസായത്തിലാണ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ റോഡ് വർക്ക് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇന്നൊരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരുപക്ഷെ അഡ്മിനിസ്ട്രേഷനല്ലായാലും ചില എഫർട്ട്സ് മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി തയ്യാറെടുക്കേണ്ട ഒരു കസേരയിൽ എനിക്ക് എത്താനും സാധിച്ചെങ്കിൽ ഇതിനൊരു തായ്വഴിയുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് സാധ്യമായി എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നു. ബേപ്പൂർ പോർട്ടെന്ന് പറയുന്നത് അതിൻ്റെ പുനഃസ്ഥാപനമൊന്നും ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് സ്ഥാപിതമാണ്. അതിനൊരു സതുദ്ദേശവുമുണ്ട്. അതിലെന്തെങ്കിലും ദുരുദ്ദേശങ്ങളൊക്കെ കലർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചില ബാക്കി പത്രങ്ങളോ വേദന പാടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നിവാരണം ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ സേഫ് ഓപ്പറേഷനബിൾ ഏരിയ എന്ന നിലയ്ക്ക് അത് വളർത്തിയെടുക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബേപ്പൂർ ഇതിനു മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഭംഗിയായ രീതിയിൽ ലക്ഷദ്വീപ് എന്ന് അഭിമുഖീകരിക്കുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളുണ്ട്. അവിടുത്തെ മനുഷ്യരും മനുഷ്യരാണ്. അവർക്കും നമ്മളുടേതുപോലെ തന്നെ സൗഖ്യമായ ജീവിതം, അതിനുള്ള ചുറ്റുപാടുകളും ഉണ്ടാവണം. അതിന് ടൂറിസം മേഖലയിൽ അവിടെ മുന്നോട്ട് നമ്മൾ വയ്ക്കുന്ന ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടുകളുടെ വളർച്ചയ്ക്ക് നമുക്ക് ബേപ്പൂരും കൊച്ചിയും വേണ്ടി വന്നാൽ വിഴിഞ്ഞത്തു നിന്ന് വരെ ഒരു ക്രൂസ് അങ്ങോട്ട് പോകുന്ന തരത്തിലുള്ള ബിൽഡിംഗ് അവിടെ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ബേപ്പൂരിനെ നമുക്ക് ഒരിക്കലും ഒഴിച്ചു നിർത്താനാവില്ല. പക്ഷേ ഈ പറയുന്ന ട്രാൻസാക്ഷനബിൾ കണ്ടീഷൻസ് കുറച്ചുകൂടി നമുക്ക് കണ്ടിൻജൻറ്റിൻ്റെ ഒക്കെ ഒരു ഇഫക്റ്റീവ് പ്ലേസ്മെൻ്റ് അവിടെ സാധ്യമായി വരുമ്പോൾ മറ്റൊരു മാനദണ്ഡങ്ങളും അതിന് കുറുകെ വരാൻ പാടില്ല എന്നുള്ളത് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് വികസനം എന്ന് പറയുമ്പം ബിൽഡിംഗ് എന്ന് മാത്രം നിശ്ചയിക്കരുത്. നമുക്ക് ആവാസ വ്യവസ്ഥിതി എന്നൊരു പക്ഷേ അതിൽ മൃഗങ്ങളുടെയും പക്ഷികളുടെയും മരങ്ങളുടെയും മണ്ണിൻ്റെയും മാത്രം അല്ല ആവാസ വ്യവസ്ഥിതി, ഓരോ പൗരൻ്റെയും ഉണ്ട്. അപ്പോൾ ഒരു സിറ്റിയിലെ ജീവിതം എന്ന് പറയുന്നതിൽ നിന്ന്
അവിടുത്തെ ജീവനുകളെ എല്ലാം അതിൻ്റെ പെരിഫറിയിലേക്ക് തള്ളിയിട്ട് വെറും കോൺക്രീറ്റും കമ്പിയും കൊണ്ടുള്ള പട്ടണ വികസനം എന്ന് പറയുന്നത് ഒരു ഹെൽത്തി ഗ്രോത്ത് കോൺസെപ്റ്റ് അല്ല. എല്ലാവരെയും കണ്ടെയ്ൻ ചെയ്യാൻ സാധിക്കണം, എല്ലാ അംശങ്ങളും കണ്ടെയ്ൻ ചെയ്യാൻ സാധിക്കണം. അപ്പോൾ കോഴിക്കോട് നഗരത്തെ സംബന്ധിച്ച് മാത്രമല്ല, ഒരു 2014 ഒരുപക്ഷെ ആദ്യം ഞാൻ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിയെ കാണുമ്പോൾ പങ്കുവച്ച ചില വിചാരങ്ങളും 2-2.25 മണിക്കൂർ നീണ്ട ഒരു ചർച്ചയല്ല, ഒരു മീറ്റിംഗ് ആയിരുന്നു. വളരെ ഹൃദ്യമായിട്ടാണ് സംസാരിച്ചത്. അക്കൂട്ടത്തിൽ അന്ന് മനസ്സിലുണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. കോഴിക്കോട് നഗരത്തിൻ്റെ ഒരു ഹൃദയം എന്ന് ഞാൻ പറയുമ്പോൾ വാസം മാത്രമല്ല, വ്യവസായമായാലും ഇവിടുത്തെ മറ്റ് എല്ലാ അംശങ്ങളെടുത്ത ജനങ്ങളുടെ ഒരു മൊബിലിറ്റി എന്ന് പറയുന്നതിന് പോലും സത്യത്തിൽ കുറുകെ നിൽക്കുന്നത് ഈ റെയിൽവേ യാർഡാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് കൊല്ലത്തെ സംബന്ധിച്ചുണ്ട്, കൊച്ചിയിലെ 2 സ്റ്റേഷനെ സംബന്ധിച്ചുമുണ്ട്, കണ്ണൂരിനും ചങ്ങനാശ്ശേരിക്കും ഒരുപക്ഷെ കോട്ടയത്തിനും അങ്ങനെ ഒരു ഇൻ്റർവെൻഷൻ അതുവഴി ഒരു ബ്ലോക്കേഡ് ഒന്നും ഒരു ബോട്ടിൽ നെക്ക് പോലും ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ള ചില സ്റ്റേഷനുകളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു പുനർചിന്തനം വേണം. ആ വഴിക്കും നിങ്ങൾ ചിന്തിക്കണം. അതിനുള്ള ഒരു വിത്തും കൂടി ഞാനിവിടെ പാകിയിട്ട് പോകാം. ഇത് ചർച്ചയ്ക്കൊന്നും വെക്കുന്നതല്ല. അങ്ങനെ നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ? അങ്ങനെ എന്നെ പോലെ ഒരു ചെറിയ മനുഷ്യൻ ഏതാണ്ട് 10-14 വർഷങ്ങൾക്ക് മുമ്പ് ചിന്തിച്ച് 10 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ചിന്തയിലേക്ക് അത് പാകാൻ എനിക്ക് സാധിച്ചെങ്കിൽ ഒരുപക്ഷെ ലോക്കൽ റെസിസ്റ്റൻസ്, സോഷ്യൽ കമ്മ്യൂണിറ്റി റെസിസ്റ്റൻസ് എന്ന് പറയുന്നതിന് നമുക്ക് ഒരു മര്യാദ, ഒരു സ്ഥാനം നൽകിയേ മതിയാകും. പക്ഷെ ആ റെസിസ്റ്റൻസിനെ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിച്ചാൽ, ഞാൻ ഇത്രേ വിചാരിച്ചുള്ളൂ, ഫെറോക്കിൽ നിന്നൊരു ലൈൻ നേരെ എലത്തൂർ വഴി അങ്ങ് കണ്ണൂർക്ക് പോകണം. ബാക്കി ഇങ്ങോട്ടുള്ള റെയിൽവേ ലൈൻസ് ഒന്നും ഉണ്ടാവരുത്, യാർഡും ഉണ്ടാവരുത്. ഇത് ജനങ്ങളുടെ ഉപയോഗപ്രദമായ നഗരത്തിൻ്റെ വളർച്ചയിലേക്ക് മിഠായിത്തരുവാണ് എപ്പോഴും എനിക്ക് വേദനയായിട്ട് തോന്നിയിട്ടുള്ളത്. കോഴിക്കോടിൻ്റെ ചിഹ്നം വിളിയാണ് മിഠായിത്തരം, അല്ലേ? സുരേഷ് ഗോപിക്കല്ല നിങ്ങൾ കൈയടിക്കേണ്ടത്, ഇവിടെയാണ് നിങ്ങൾ കൈയടിക്കേണ്ടിയിരുന്നത്. ആ മിഠായിത്തെരുവിൻ്റെ ഒരു ശുഷ്കിച്ച അല്ലെങ്കിൽ ഒരു ശ്വാസം മുട്ടിക്കുന്ന തരത്തിലുള്ള, ഇത് ജനങ്ങളെ തന്നില്ലേ നമ്മൾ ശ്വാസം മുട്ടിക്കുന്നത്. ഇത്രയധികം ഫ്ലൈ ഓവേഴ്സ് നമ്മുടെ സിറ്റിക്ക്, അല്ലേ? നമ്മളെ അങ്ങ് ഒഴിവാക്കുകയാണ്, ജനങ്ങളെ ഒഴിവാക്കി ഉള്ള വികസനം. അപ്പോൾ അതിനൊരു കുറച്ചുകൂടി സ്പേസ് വരണം. കൊല്ലത്തെ സംബന്ധിച്ച് ഇതേ വിഷയമാണ് ഞാൻ പറയുന്നത്. ഇതൊരു പ്രോജക്റ്റായിട്ടൊന്നും ഏറ്റെടുത്തിട്ടില്ല, ചിന്തയായിട്ട് അവിടെ ഉണ്ട്. തൃശ്ശൂർ, കൊല്ലം, തിരുവനന്തപുരം സ്റ്റേഷനുകളുടെ വികസനത്തെ സംബന്ധിച്ച് ഓഗസ്റ്റ് 22 ക്യാബിനറ്റ് മിനിസ്റ്റർ ശ്രീ അശ്വിനി വൈഷ്ണവിൻ്റെ ഓഫീസിലിരുന്ന് സംസാരിക്കുമ്പോൾ ഈ ചിന്തകളെല്ലാം ഇത്രയും സ്റ്റേഷനുകളെ സംബന്ധിച്ച് കൊച്ചിയിൽ ഇങ്ങനെ തന്നെയാണ്. ഒരുപക്ഷെ മുളന്തുരുത്തിയിൽ നിന്ന് ആലുവയ്ക്ക് മാത്രം ലൈൻ എന്നൊന്ന് വിചാരിച്ചു നോക്കും. സിറ്റിയിൽ ഇത്രയും സഫക്കേഷൻ ഉണ്ടാകും. അടുത്ത ഏജ് ട്രാവൽ കമോഡിറ്റി എവിടെ നിൽക്കണം, ലോജിസ്റ്റിക് കമോഡിറ്റിയെ നമ്മൾ എവിടെ നിർത്തണം എന്ന് പറയുന്ന പുതിയ ചിന്തകൻ്റെ ഒരു അംശം ഇന്ന് സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമില്ല. ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ചിന്ത ഞാൻ പാകുന്നു. ഇത് വളരെ നല്ല ശക്തിയോടെ മുന്നോട്ട് ഇത് വേണം എന്ന് പറയുന്ന ആവശ്യവുമായി വന്നാൽ തീർച്ചയായും ഇത് സാധ്യമാക്കി തരുന്നതിന് വേണ്ടി അതിനുള്ള മുന്നൊരുക്കങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. ക്യാബിനറ്റ് മിനിസ്റ്ററും പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് എ വണ്ടർഫുൾ തോട്ട്, വി വുഡ് വാണ്ട് ടു ഡു ഇറ്റ് ഈവൻ ഫോർ ഓൾ ദി ഡെവലപ്മെന്റ്സ് വിച്ച് ഹാവ് ബീൻ തോട്ട് ഓഫ്, പ്രോസസ്ഡ് ആൻഡ് ഇസ് ഇൻ ദ പ്രോസസ് ഓഫ് മേക്കിംഗ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ പണി തുടങ്ങിക്കഴിഞ്ഞു. ഈ വരുന്ന 2 മാസത്തിനുള്ളിൽ തൃശ്ശൂരിൻ്റെ പണി തുടങ്ങും. കൊല്ലത്തെ സ്ട്രക്ചർ ഏതാണ്ട് അത്രത്തോളം വളർന്നു വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം നമുക്ക് ഇൻകൾക്കേറ്റ് ചെയ്യാൻ പറ്റും സിറ്റി ഗ്രോത്തിലേക്ക്. പക്ഷെ നമ്മളൊരു
പുനഃസ്ഥാപനം ഇതുപോലെയുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടി എല്ലാവരും അവരുടെ വീടിൻ്റെ ഗേറ്റിൽ ട്രെയിൻ നിർത്തണം, റെയിൽവേ ലൈൻ പോകണമെന്ന് ആഗ്രഹിച്ചാൽ നടക്കുമോ? ഇല്ലല്ലോ, അല്ലേ? നെടുമ്പാശ്ശേരി എയർപോർട്ട് എന്ന് പറയുന്നത് 0 കിലോമീറ്റർ ഫ്രം ദ സിറ്റി എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് ഇന്ന് ഏതാണ്ട് 40ഓളം കിലോമീറ്റർ ദൂരെയാണ് കൊണ്ടുചെന്ന് സ്ഥാപിച്ചിരിക്കുന്നത്. ആർക്കെങ്കിലും അതിൽ എങ്ങനെയാണ് കോഴിക്കോട് സിറ്റി, കൊച്ചി സിറ്റി എന്ന് പറയുന്നത് ഏതാണ്ട് അങ്കമാലി വരെ വളർന്നപ്പോൾ അങ്കമാലി പെരിഫറിയായി നിൽക്കുന്നത് എങ്ങനെയാണ്? സി, ദാറ്റ് ഈസ് ഗ്രോത്ത്. അപ്പോൾ ഒരു മോഡ്യൂളിനെ നമ്മൾ ഒന്ന് ഡിസ്പ്ലേസ് ചെയ്യും, കംഫർട്ടബിൾ ഡിസ്പ്ലേസ്മെൻറ്റ്. നമ്മളത് ഉടനെ പൊക്കിയെടുത്ത് കൊണ്ടുപോയി അങ്ങ് മൂവാറ്റുപുഴയിലോ അല്ലെങ്കിൽ അതിനപ്പുറത്തോട്ട് കൊണ്ടുപോയി മറ്റൊരു ശ്വാസമുട്ടലിന് വേണ്ടി വഴിയൊരുക്കിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വികസന ചിന്തയുടെ പാതയിൽ തീർച്ചയായിട്ടും ഇന്ന് ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് ചർച്ചയ്ക്കെടുത്ത് സോഷ്യൽ കമ്മ്യൂണിറ്റി റെസിസ്റ്റൻസ് എന്ന് പറയുന്നതിന് ഒരു അണു സ്പേസ് പോലും ഇല്ലാത്ത അവസ്ഥയിൽ കൊണ്ടുവരികയാണെങ്കിൽ നമുക്കത് സാധ്യമാക്കി എടുക്കാൻ സാധിക്കും. സ്റ്റേറ്റും ഒരുപക്ഷെ അതിന് വലിയ പിന്തുണ നൽകാനുള്ള പശ്ചാത്തലം ഇന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. നോ കർവ് റോഡ് എന്ന് പറയുന്ന മോദി കോൺസെപ്റ്റ്, നോ കർവ് റെയിലിലൂടെയാണ് ആദ്യം നടപ്പിലാക്കി എടുക്കാൻ പോകുന്നത്. എല്ലാ റെയിൽവേ സെൻട്രൽ സബ്ജക്റ്റ് ആണെങ്കിൽ പോലും നമുക്ക് ലാൻഡ് അക്വിസിഷൻ എന്ന് പറഞ്ഞു വരുമ്പോൾ അത് സ്റ്റേറ്റിൻ്റെ കമ്പോണൻ്റാണ്. സ്റ്റേറ്റ് എന്ത് നിശ്ചയിക്കുന്നു, രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് മറ്റെല്ലാ വിഷയങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ജനഹിതം എന്ന് വിചാരിച്ചാൽ ഈ സ്ട്രൈറ്റനിങ് ഓഫ് റെയിൽവേ ലൈൻസ് എന്ന് പറയുന്നത് നമ്മൾ റെയിൽ യാത്രയ്ക്ക് മറ്റൊരു സംവിധാനങ്ങളും സംവിധാനങ്ങളും കണ്ടെത്തി അതിന് വളരെ ബുദ്ധിശൂന്യമായ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് എക്സിസ്റ്റിംഗ് റെയിൽവേ മൊഡാലിറ്റി വഴി വളരെ വേഗം, ഒരുപക്ഷെ വന്ദേ ഭാരത് ഇപ്പോൾ 6.5 മണിക്കൂർ എടുക്കുന്നുണ്ടെങ്കിൽ അതൊരു 4.5 മണിക്കൂറിൽ ഓടിയെത്തുന്ന തരത്തിലുള്ള നോ കർവ് റെയിൽ എന്ന് പറയുന്നത് സാധ്യമാക്കിയെടുക്കാനുള്ള ചിന്തയിലേക്കുള്ള ആദ്യത്തെ വിത്തുപാകലാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ അത് ചിന്തിക്കുക. എല്ലാ പട്ടണങ്ങളെയും, ഞാൻ കൊല്ലത്തിൻ്റെ മഹത്വമൊക്കെ പറഞ്ഞു വന്നെങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 14 ജില്ലകളിൽ ഇന്നും ഒരു ചേംബർ ഇല്ലാത്ത പ്രദേശം കൊല്ലം ജില്ലയാണ്. കൊല്ലത്തൊരു ചേംബർ ഓഫ് കോമേഴ്സ് ഇല്ല. അതും ഞാൻ എൻ്റെ കൊല്ലത്തെ ബന്ധുക്കളാണ് അവിടുത്തെ വ്യവസായം എന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ കണ്ണി നാട്ടിയ കാഷ്യൂ എന്ന് പറയുന്ന ഫാമിലി എൻ്റെ ബന്ധുക്കളാണ്. അവരോടെല്ലാം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ പുതിയ തലമുറയ്ക്ക് ഒരു ചെറിയ ദൂരമുണ്ട് എല്ലാ കാര്യങ്ങളിലും. രവിയങ്കളൊന്നും ജനറൽ പിക്ചേഴ്സ് രവിയൊന്നും ഇടപെട്ടിരുന്നത് പോലെ സാമൂഹിക വിഷയങ്ങളിൽ അവർക്കൊക്കെ ഇടപെടാനായിട്ടൊരു ചെറിയൊരു, എനിക്ക് തോന്നുന്നത് അതൊരു സങ്കോചം മാത്രമാണ്. പക്ഷേ കൊല്ലം ചേംബർ ഓഫ് കോമേഴ്സ് കൂടി നിലവിൽ വരണമെന്ന് ഞാൻ കൊച്ചി ചേംബർ ഓഫ് കോമേഴ്സിനോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവരും ഒത്തുചേർന്ന് കൊല്ലത്ത് കൂടി ഒരു ചേംബർ ഓഫ് കോമേഴ്സ് കൊണ്ടുവരണമെന്ന് പറയുന്ന അഭ്യർത്ഥന അവസാനമായി മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന, ഒരുപക്ഷെ ഈ മാസം തന്നെ നടക്കുന്ന എക്സ്പോ 24 എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് അതിന് വലിയൊരു ഫലം നമുക്ക് നൽകുവാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ കോഴിക്കോട് ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ 25ാം വാർഷിക ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചതായി അറിയിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം, നന്ദി, നമസ്കാരം. ാണുള്ളത്. ആദ്യമായിട്ട് കോഴിക്കോട് മാത്രം സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടില്ല. തിരുവനന്തപുരവും കൊച്ചിയും സ്മാർട്ട് സിറ്റി പദ്ധതിയിലുണ്ട്. അതിന് വിശദമായിട്ട് ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു മെമ്മറാണ്ടം നിവേദനം ബഹുമാനായ മുഖ്യാതിഥിക്ക് നൽകുന്നതിന് വേണ്ടി ചേംബറിൻ്റെ സീനിയർ പാസ്റ്റ് പ്രസിഡന്റ്, ഫൗണ്ടർ വൈസ് പ്രസിഡന്റ് കൂടിയായ ശ്രീ എം മുസമ്മിൽ, അത് ജസ്റ്റ് ഒന്ന് അദ്ദേഹം വായിച്ചിട്ട് വളരെ ചെറുതായിട്ടേ ഉള്ളൂ ബഹുമാനായ മുഖ്യാതിഥിക്ക് നൽകുന്നതായിരിക്കും. കേന്ദ്ര ടൂറിസം സർട്ടിഫിക്കറ്റ് എത്രയും വേഗം പ്രാബല്യത്തിലാക്കാൻ അങ്ങോട്ട് അഭ്യർത്ഥിക്കാൻ. ടൂറിസം സർട്ടിഫിക്കറ്റ് അല്ല, ഇവിടെ വന്നിട്ടില്ല. ഇപ്പോൾ നമുക്കൊരു നൈറ്റ് ട്രാവൽ ബാൻ ഉണ്ട്. എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഇതിനിടയ്ക്ക് രാഷ്ട്രീയപരമായി തന്നെ എൻ്റെ ചോദ്യം ഞാൻ ഉന്നയിക്കുക.
ആരൊക്കെ ഭരിച്ചു? അവിടെ ആരൊക്കെ ഭരിച്ചു? ഇവിടെ ആരൊക്കെ ഭരിച്ചു? തമിഴ്നാട്ടിലും കേരളത്തിലും ആരൊക്കെ ഭരിച്ചു? മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇടപെടാൻ. ഇതെല്ലാം ഒരു മോദി മാത്രം അല്ലെങ്കിൽ BJP മാത്രം കേന്ദ്രത്തിൽ ഭരണത്തിൽ വരുമ്പോൾ നേരെയാക്കേണ്ട വിഷയമാണെന്ന് പറയുന്ന ചിന്താഗതി അരാഷ്ട്രീയ ചിന്താഗതിയാണെങ്കിൽ ഞാൻ അത് സ്വീകരിക്കും. അല്ല, അതൊരു ദുഷ്ട രാഷ്ട്രീയ ചിന്താഗതി. നമ്മൾ സുപ്രീം കോടതിയുടെ ഡിക്റ്റാറ്റ് എന്ന് പറയുന്നത് അനുസരിക്കാൻ ബാധ്യതപ്പെട്ടവരാണ്. സുപ്രീം കോടതി അങ്ങനെ ഒരു നിശ്ചയം എടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു കമ്മീഷനെ അത് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യൻ പ്രധാനമന്ത്രിക്കല്ല ആർക്കും അതിനെ നേടാൻ സാധിക്കും. നിയമപരമായിട്ട് നിങ്ങൾക്ക് ഇവിടെ പല വാദങ്ങളും മുന്നോട്ട് വയ്ക്കാം. അതെല്ലാം will go heard, but it won't seem like it was heard. കാരണം അവരത് വളരെ വളരെ എന്താണ് ശാസ്ത്രീയമായി തന്നെ പരിശോധിച്ച് സുപ്രീം കോടതിയെ അറിയിച്ചുകൊണ്ടിരിക്കും. നമുക്കത് ഒന്നും സംഭവിക്കില്ല എന്നവർ പറയുന്നത് വിശ്വസിക്കേണ്ടി വരും. ഇപ്പൊ സംഭവിക്കുമെന്ന് പറയുന്ന പക്ഷത്തെയും വിശ്വസിക്കേണ്ടി വരും. ഒരു അങ്കലാപ്പിൽ മുന്നോട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇവിടുത്തെ വ്യവസായത്തെ സംബന്ധിച്ച് ഒരുപക്ഷെ കോഴിക്കോടിന്റെയും വയനാടിന്റെയും മാത്രമല്ല, ടൂറിസത്തെ വളരെയധികം ബാധിക്കുന്നുണ്ട് ഈ ഒരു നൈറ്റ് ട്രാവൽ ബാൻ എന്ന് പറയുന്നത്. അതിനകത്ത് ഏതൊക്കെ രാഷ്ട്രീയ ഭരണമാണ് അതിന് എതിരെ നിൽക്കുന്നതെന്ന് ഇപ്പോഴും നമുക്ക് കണ്ടെത്താൻ ഒരു സ്കാനറിന് സാധിച്ചു. കാരണം നമ്മൾ പല തരത്തിലുള്ള പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസും നമ്മൾ രാഷ്ട്രീയ ഭരണ സംവിധാനത്തിൽ കണ്ടുകഴിഞ്ഞു അല്ലേ. ഇവിടെ കോൺഗ്രസ് ഭരിച്ചപ്പോൾ അവിടെ കോൺഗ്രസ് ഉണ്ടായിരുന്നു. ഇവിടെ മാർക്സിസ്റ്റ് ഭരിക്കുമ്പോൾ അവരുടെ കൂടെ ഒരു പോക്കറ്റിനകത്ത് തന്നെ ജീവിക്കുന്ന കോൺഗ്രസ് ഉണ്ടായിരുന്നു. എതിർത്ത് നിന്ന BJP ഉണ്ടായിരുന്നു. BJP ഒരു സംവിധാനമായിട്ട് മുന്നോട്ട് വരാൻ ഒന്ന് ആഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസ് സംവിധാനം അവിടുത്തെ ജനങ്ങളെ ഇളക്കി വിട്ടില്ല, സാധിക്കില്ല എന്ന് പറഞ്ഞൊരു ഒരു വോർ ഫ്രണ്ട് ക്രിയേറ്റ് ചെയ്തു. ഒന്നും നമുക്കറിയത്തില്ല, ഒന്നും നമുക്കറിയത്തില്ല. ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, ഒരു മന്ത്രി എന്ന നിലയ്ക്കല്ല സംസാരിക്കുന്നത്. ഇത് സാധ്യമാണ്. അപ്പൊ 4 ദിവസം മുമ്പ് നാഷണൽ ഹൈവേസിന്റെ കോൺഫറൻസ് ഉണ്ടായിരുന്നു. ശ്രീ നിതിൻ ഗഡ്കരിജിയാണ് ഹെഡ് ചെയ്തത്. അദ്ദേഹത്തിന്റെ MOS ഉണ്ടായിരുന്നു. എന്നെയും ക്ഷണിച്ചു. ഞങ്ങൾ 3 പേര് നിന്ന് ചർച്ച ചെയ്ത് കേരളത്തിലെ നാഷണൽ ഹൈവേ ബിൽഡിങ്ങിന്റെ എല്ലാ പാർട്ടിക്കിൾസും ഉണ്ടായിരുന്നു. ഏതാണ്ട് 250-300 പേരുണ്ടായിരുന്നു കോൺഫറൻസ്. അവിടെ വെച്ച് ഈ വിഷയം നിതിൻ ഗഡ്കരിജിയോട് ഉന്നയിച്ചതിന്റെ പശ്ചാത്തലത്തിൽ സാധ്യമല്ല, അത് കർണാടക സർക്കാർ അനുവദിക്കില്ല എന്ന് പറഞ്ഞെടുക്കുന്നു. ഒരു ഓവർഹെഡ് റോഡ് 16 കിലോമീറ്റർ ലോങ് സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സുൽത്താൻ ബത്തേരിക്ക് അപ്പുറം ഇന്ന് എവിടെയാണ് നൈറ്റ് ഹോൾട്ട് ഉണ്ടായിരിക്കുന്നത് അവിടെ മുതൽ ബന്ദിപ്പൂർ വഴി അപ്പോൾ അങ്ങേ കരയ്ക്കൽ ചെന്ന് എവിടെയാണ് നൈറ്റ് ഹോൾട്ട് നിശ്ചയിച്ചിരിക്കുന്നത്? 16 കിലോമീറ്റർ ആണ് ദൂരം. ആനിമൽ അണ്ടർപാസസ് ഉള്ള ഒരു ഓവർഹെഡ് റോഡ് പണിയാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇല്ല എന്നാണ് പറഞ്ഞത്. ഒരു പ്രീസിഡന്റ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. പെഞ്ച് നാഷണൽ പാർക്ക് ഇൻ മഹാരാഷ്ട്ര, ഇൻ നാഗ്പൂർ, നിതിൻ ഗഡ്കരിജിയുടെ മണ്ഡലത്തിൽ അത് അദ്ദേഹത്തോട് സൂചിപ്പിച്ചു. ഇറ്റ് ഈസ് ഓവർഹെഡ് റോഡ് മെഷറിംഗ് 16.1 കിലോമീറ്റർ. നമ്മൾ ചോദിക്കുന്നത് 16 കിലോമീറ്റർ. ഞാൻ ആവശ്യം ഈ പ്രസിഡന്റ് പറഞ്ഞപ്പോൾ അദ്ദേഹം ശ്രമിക്കാം, കോടതി വഴി നീങ്ങാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. കേരള സർക്കാരിനോട് ഈ പ്രോജക്റ്റ് നാഷണൽ ഹൈവേ മിനിസ്ട്രിയിലേക്ക്, സർവീസ് റോഡ് ട്രാൻസ്പോർട്ട് മിനിസ്ട്രിയിലേക്ക് ഒരു പ്രോജക്റ്റ് തരാൻ ആവശ്യപ്പെടൂ എന്നാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവ്. അവിടെ ഉണ്ടായിരുന്ന കേരള സ്റ്റേറ്റ് PWD സെക്രട്ടറി ശ്രീ ബിജുവിനെ അത് അറിയിച്ചിട്ടുണ്ട്. കേരളം അങ്ങനെ ഒരു പ്രോജക്റ്റുമായി മുന്നോട്ട് വരികയാണെങ്കിൽ we will take it forward. അല്ല, ഞാൻ വയനാടിൻ്റെ കാര്യത്തിൽ തന്നെ വയനാടിന് എന്ത് സംഭവിച്ചാലും അത് കോഴിക്കോടിനെ എഫക്ട് ചെയ്യും. ത്രൂ ഔട്ട് കേരള
അപ്പോൾ സാർ ഈ ടൂറിസം സർക്യൂട്ട്, കേന്ദ്ര ടൂറിസം സർക്യൂട്ട് എന്ന് പറയാം, മലബാറിൻ്റെ ടൂറിസം വികസനത്തിൻ്റെ പിന്നോക്കാവസ്ഥയ്ക്ക് ഒരു ആശ്വാസമായിരിക്കും. കാരണം ഈ ബാംഗ്ലൂരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വയനാട്ടിലേക്ക് ടൂറിസ്റ്റുകൾ വരുന്നത്, ബാംഗ്ലൂർ IT. അതുപോലെ തന്നെ കോഴിക്കോടും വന്നിട്ട് കണ്ണൂർ വഴിക്ക് അതൊരു സർക്യൂട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രൊജക്റ്റിൽപ്പെട്ട കാര്യങ്ങളാണ്. ഭാവിയിൽ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ അധികം സാറൊന്ന് സാറേ ഇതിൽ പറയുന്ന ചില കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. അത് ഞാൻ ആണോ ആ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇല്ല എന്നൊക്കെ അല്ല അവർക്ക് ബാനുണ്ടായിരുന്നു. അതിനകത്ത് കർണാടകയിലെ രാഷ്ട്രീയം ഞങ്ങൾ ബാധിക്കില്ല, കേരളത്തിലെ രാഷ്ട്രീയം ഞങ്ങൾ ബാധിക്കില്ല, രാജ്യത്തിൻ്റെ രാഷ്ട്രീയം ഇടപെടും എന്ന് മാത്രമാണ്. താങ്ക് യു സാർ. അടുത്തത് പറയുന്നത് ബേപ്പൂർ തുറമുഖത്തിനെ പറ്റി വായിച്ചത് ബേപ്പൂർ തുറമുഖ സാഗർമാല പദ്ധതിയിൽ ഉൾപ്പെടുത്തണം. സാഗർമാല പദ്ധതി കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. അത് കേരള ഗവൺമെൻറ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ലക്ഷദ്വീപ് ബേപ്പൂർ പാസഞ്ചർ വെസൽ സർവീസ് അത് സാർ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇതുവല്ലാതെ ഇവിടെ കോഴിക്കോട് ബിസിനസ്സിനും ബാധിക്കുന്നുണ്ട്. ഒരുപാട് സ്റ്റുഡൻസ് വരുന്നതും അതുപോലെ ഹോസ്പിറ്റലിലേക്ക് ആൾ വരുന്നതും ഇതൊക്കെ നിർത്തലായിപ്പോൾ. കഴിഞ്ഞ 45 വർഷത്തോളമായി ഉണ്ടായിരുന്ന ബേപ്പൂരിൽ നിന്നും ലക്ഷദ്വീപിലേക്കുള്ള യാത്രാ സഞ്ചാരം കോവിഡിന് ശേഷം നാളിതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല. ഇത് കോഴിക്കോട് മേഖലയുടെ വാണിജ്യ, വ്യാപാര, ടൂറിസം, വിദ്യാഭ്യാസ രംഗത്തെ വളരെയധികം പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ആയതിനാൽ ബേപ്പൂരിൽ നിന്നും ലക്ഷദ്വീപിലേക്കുള്ള യാത്രാ സഞ്ചാരം എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കണമെന്ന് ബന്ധപ്പെട്ട മന്ത്രാലയത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് വിനീത് പറയുന്നു. കോഴിക്കോട് വിമാനത്താവളത്തിനെ പറ്റി പോയിന്റ്സ് മാത്രമാണ് അവരുടെ ധാരണയ്ക്ക് എന്തൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ മറുപടി പറയാൻ ഞാൻ ചാടിയാണ്, ഞാൻ വിടില്ല. അതിനുള്ള സമയം മീറ്റിംഗിൽ ഈ ലക്ഷദ്വീപിലേക്കുള്ള യാത്രയെ സംബന്ധിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് നല്ല ധാരണയുള്ളതാണ്. പക്ഷെ അത് നിലവിൽ കൊണ്ടുവരുന്നതിന് ചില മാറ്റങ്ങൾ ഇവിടെ അനിവാര്യമാണ്. അത് ചില പൂർവ്വ ചരിത്ര പരിശോധനയുടെ പശ്ചാത്തലത്തിലാണ്. അത് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. വെസൽസ് റെഡിയാണ്, നവംബർ 1 തുടങ്ങാൻ തയ്യാറായിരുന്നു. പക്ഷെ അതിനു മുമ്പുള്ള സജ്ജത ഇവിടെ ഒരുക്കപ്പെടണം, അതവരറിയിക്കും. അത്രത്തോളം എത്തിച്ചു വെച്ചിട്ടുണ്ട്. കോഴിക്കോട് വിമാനത്താവളത്തിൻ്റെ റൺവേ ദീർഘിപ്പിക്കാൻ വേണ്ടിയുള്ള സ്ഥലം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് നൽകിയിട്ടുണ്ട്. അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യത്തിൽ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്താനും തദ്വര നിർത്തലാക്കിയ വലിയ വിമാനങ്ങൾ എത്രയും വേഗം പുനഃസ്ഥാപിക്കാനും വേണ്ട നടപടികൾ കൈക്കൊണ്ടാൽ ഉപകാരപ്രദമായിരിക്കും. പിന്നെ റെയിൽവേ കോഴിക്കോട് എറണാകുളം വന്ദേ മെട്രോ സർവീസ്, ഇപ്പോൾ വന്ദേ മെട്രോ സർവീസ് വന്നുകൊണ്ടിരിക്കാൻ പോകുന്നതാണ്. അതുപോലെ ഒരു വന്ദേ മെട്രോ സർവീസ് കോഴിക്കോട് എറണാകുളം മേഖലയിൽ തുടങ്ങേണ്ടതാണ്. ഗോവ മാംഗ്ലൂർ വന്ദേ ഭാരത്, ബാംഗ്ലൂർ കോയമ്പത്തൂർ വന്ദേ ഭാരത് എന്നിവ കോഴിക്കോട്ട് നീട്ടേണ്ടതും വളരെ അത്യാവശ്യമാണ്. അതിനെ സംബന്ധിച്ച് നമുക്ക് 2 ലൈനൂടെ വേണം കേരളം. ഒരു ഡബിളിങ് എപ്പോഴും ഫുള്ളായിട്ട് അല്ല, 3-ാം പാളം ഇപ്പൊ തൃശ്ശൂരേക്ക് ആക്സസ് ചെയ്യുന്ന, അതായത് ഒരു സ്റ്റേഷന്റെ ഔട്ടർ എന്ന് പറയും, അവര് ഹോം സ്റ്റേഷനിലേക്കുള്ള എൻട്രി പോയിന്റ് എന്നാണ് പറയുന്നത്. ഞങ്ങളുടെയൊക്കെ കാലത്ത് ഈ ലോക്കോ പൈലറ്റ്സ് മുഴുവൻ അന്നത്തെ എന്താണ്
ട്രെയിനിന്റെ എഞ്ചിൻ ഡ്രൈവർ എന്നാണ് ലോക്കോ എന്നുള്ള വാക്കാണ് ഇല്ല. അപ്പോൾ അത് ഞാൻ പഠിച്ചിരുന്ന തലശ്ശേരി എന്ന് പറയുന്ന പ്രദേശത്ത് ആംഗ്ലോ ഇന്ത്യൻസ് ആണ് ഏറ്റവും കൂടുതൽ ലോക്കോ പൈലറ്റ്സ് ആയിട്ട് ഇപ്പോഴും അവരുടെ പരമ്പര തുടരുന്നുണ്ട്. അപ്പോൾ അന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു വിഷയമാണ് ഇത്. ഭാവിയിൽ നമ്മുടെ ഇവിടുത്തെ ഒരു വീതി എന്ന് പറയുന്നത് പ്രശ്നമാണ്. നീളം അത് സസ്റ്റെയിൻ ചെയ്യും. നമുക്കത് കാസർഗോഡ് മംഗലാപുരം ബോർഡർ ഏതാണോ മാർക്ക് ചെയ്യും, കന്യാകുമാരി അല്ലെങ്കിൽ കന്യാകുമാരി ജില്ലയുമായിട്ടുള്ള നാഗർകോവിലുമായിട്ടുള്ള കേരളത്തിലെ തമിഴ്നാടുമായിട്ടുള്ള ജില്ല സംസ്ഥാന വേർതിരിവ് വരുന്ന പോയിന്റ് വരെയുള്ള നീളം വളരുകയില്ല. അൺലെസ് പൊളിറ്റിക്കലി ഡിമാർക്കേഷൻ ഒക്കെ മാറുകയാണെങ്കിൽ ചിലപ്പോൾ വന്നേക്കും. പക്ഷെ വീതി ആരാണ് നിശ്ചയിക്കുന്നത്? ആ വീതി കൂട്ടി തന്ന് 2 ലൈൻ കൂടെ തന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ട്രെയിൻ അധികത്തെ ആലോചിക്കാൻ പറ്റൂ. വന്ദേ ഭാരതിൽ നിലവിൽ വന്ന് ഒരു അഡീഷണൽ ട്രെയിൻ അതിന്റെ 2ാം ഘട്ടമായിട്ട് ആലപ്പുഴ വഴി ഇട്ടപ്പോൾ എന്താണ് നിങ്ങളുടെ ഇവിടുത്തെ രാഷ്ട്രീയ സമൂഹം പറഞ്ഞത്? ഇതിനെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് സമരം മുന്നോട്ട് കൊണ്ടുവന്നു. ആ ചരിത്രം കേരളത്തിനുണ്ട്. എന്താ അതിന് കാരണം പറഞ്ഞു? മറ്റിവിടെ മര്യാദയ്ക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകളുടെ എല്ലാം സമയ ക്രമീകരണം മാറ്റുന്നു, ഡിലേ വരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ആവശ്യമില്ല എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ ചിന്താഗതിയാണ്. You have to find space for extra lines. ഇല്ലാതെ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. ഒരു എക്സ്ട്രാ ട്രെയിൻ വരുമ്പോൾ മറ്റെല്ലാ ട്രെയിനുകളുടെയും നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ട്രെയിനുകളുടെയും പൂർവ്വ സ്റ്റേഷൻ ഏത് എന്ന് നിശ്ചയിക്കണം. ട്രാഫിക് സിഗ്നലിംഗ് എല്ലാം താറുമാറാവും. അത് അപകടങ്ങൾ വരുത്തി വയ്ക്കും. അപ്പോൾ സ്റ്റേറ്റ് അങ്ങനെ എന്താണ് നമ്പർ ഓഫ് ലൈൻസ് കൂട്ടുന്നതിനുള്ള സംവിധാനം കേരളത്തിൽ ഒരുക്കി വരുന്നതനുസരിച്ച് ഇതെല്ലാം സാധിക്കും. സാർ, അത് ഈ കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഷൊർണൂർ മാംഗ്ലൂർ 3ാം പാളത്തിൻ്റെ ആവശ്യം താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഞങ്ങളത് ആദ്യം പറയുന്നുണ്ട്, അറിയിക്കുന്നുണ്ട് സാർ. ഈ കമ്മിറ്റിയിലൊക്കെ ഉള്ളതാണ് ചേംബർ, അതുകൊണ്ട് അതെ ഞങ്ങൾ അറിയിക്കുന്നുണ്ട്. റെയിൽവേനെ അതെ, ഓക്കെ. ഇത് നാഷണൽ ഹൈവേൻ്റെ 6 വരി പാത നിർമ്മാണം വളരെയധികം മന്ദഗതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ. മറ്റ് സ്ഥലത്തല്ല. ഇത് സമയബന്ധിതമായി പെട്ടെന്ന് തീർത്ത സംവിധാനം ഉണ്ടാക്കി തരണമെന്ന് സാർ. അത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് ഒരു 70% വായിച്ച് തീർന്ന് ഏകദേശം ഇതൊക്കെ തന്നെ ഉള്ളൂ. അതുകൊണ്ടാണ് മേൽപ്പറഞ്ഞ ആവശ്യങ്ങൾ വിവിധ മന്ത്രാലയങ്ങളിൽ പരിഗണനയിലിരിക്കുന്ന ഇക്കാര്യങ്ങൾ നേടിയെടുക്കാൻ താങ്കളുടെ ഭാഗത്ത് നിന്നും വേണ്ട ഒരു DPR final confirmation estimate prepared, estimate agreed upon, tender opened, tender accepted, tender awarded. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എത്ര അണ്ടർപാസുകളാണ് കൂടിയത്? എത്ര അണ്ടർപാസുകൾ കൂടി? എത്ര ഓവർ ബ്രിഡ്ജ്? ട്രിവാൻഡ്രത്ത് ഏറ്റവും വലിയ കൺജഷൻ ഉണ്ടായതിനു ശേഷമാണ് ഇപ്പോൾ പലയിടത്തും പറയുന്ന ഏറ്റവും നീളം കൂടിയ ഒരു കാലം വരെ വന്നില്ല ടെക്നോ പാർക്കിന് രക്ഷിക്കാൻ വേണ്ടി. ഇതെല്ലാം അഡീഷണൽ എക്സ്പെൻസീവായിട്ട് വരികയാണ്. അപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കമ്മ്യൂണിറ്റി റെസിസ്റ്റൻസ്, ലോക്കൽ റെസിസ്റ്റൻസ് വന്ന് ഒരു കാര്യം നിങ്ങളൊരു DPR തന്നെങ്കിൽ ആ DPR പറഞ്ഞാൽ മതിയാണ്. ഒരു എതിർപ്പുമില്ലാതെ അത് അനുവദിക്കുന്നു. സമയബന്ധിതമായി റിപ്പോർട്ട് ചെയ്യാം. അതല്ല, ഞാൻ നേരത്തെ പറഞ്ഞു, we cannot disrespect social justice. Have to be taken into account. We are taking it into account, serious account, finding remedial sources to satisfy them, and it is a humongous, time-consuming effort. The delay is due to that. And material. നമുക്ക് വയനാട് കൂടെ വന്നപ്പോഴേക്കും നമ്മളിപ്പോൾ ഓരോടത്തും മണ്ണ് നടാൻ നമുക്ക് ഡാമിലും മറ്റ് കുളങ്ങളിലും എല്ലാം ഒരുപാട് സെഗ്മെന്റ്സ് ഉണ്ട്. ഇത് ബ്രഡ് ചെയ്തെടുത്ത് കൊടുക്കാൻ വേണ്ടിയുള്ള പെർമിഷന് വേണ്ടി
6 മാസം 7 മാസം കാത്തു നിൽക്കേണ്ടി വരും. ഇതിനെല്ലാം ഉടനെ സൊല്യൂഷൻ കണ്ടെത്തണമെന്ന് നിതിൻ ഗഡ്കരിക്ക് ഡിക്റ്റാറ്റ് കൊടുത്തിട്ടുണ്ട്. വളരെ ശക്തമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത് കേരളത്തിൽ. ഇല്ലെങ്കിൽ അതെല്ലാം ജനങ്ങളോട് അറിയിക്കേണ്ടി വരുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ASI അവരുടെ പുരാവസ്തു വകുപ്പിന്റെ ചില വീഴ്ചകൾ തീരുമാനമെടുക്കുന്നതിനുള്ള സമയമെടുക്കലിൽ ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അവർക്കും താക്കീത് കൊടുത്തിട്ടുണ്ട്. എന്റെ കൺമുന്നിൽ വെച്ചാണ് ഇത് ഞാൻ ചെയ്തത്. ഫണ്ടുണ്ട്, ഏതെങ്കിലും ഒരു കോൺട്രാക്ട് പറയട്ടെ, ഫണ്ട് കിട്ടുന്നില്ല, ഫണ്ട് പര്യാപ്തമല്ല എന്ന് അവർ പറയരുത്. It was agreed upon. If there were structural changes, it was the need of the community around. ശരിയാണിത്. അല്ല, ഞങ്ങളെ ഇതൊക്കെ ആവശ്യങ്ങൾ പറയാനാണ് നമ്മുടെ മെമ്മോറിയൽ കൊടുക്കുമ്പോൾ അതിൽ നമ്മുടെ വികസനത്തിനെ പറ്റി കൂടുതലായിട്ട് പറയുന്നതാണ്. അതെ സെപ്റ്റംബറിൽ കൊടുത്തിരിക്കുകയാണ്. അതെ അതെ ആ അദാനിക്ക് കൊടുത്തിട്ടുണ്ട്. We will blacklist you. ആ മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ട്. It's a very strong dictate. നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമയം 26 നവംബർ ആണെങ്കിൽ ഈ പറയുന്ന മഴയുടെ ഒരു അളവ് ഞങ്ങൾ എടുക്കും. നിങ്ങളുടെ മധ്യസ്ഥമാക്കി ഇൻക്രീസ് യുവർ മാൻ പവർ during favorable days, favorable seasons, double it or triple it. ഇത്രയും വ്യക്തമായിട്ടാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ജനിച്ചിട്ടുള്ളത് റോഡിലേക്കാണ്. അദ്ദേഹത്തിന് ഒരു മിനിസ്റ്റർ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. ഈ കാര്യത്തിൽ രാഷ്ട്രീയം ഇല്ലാത്ത എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ പോലുള്ള ഒരു മിനിസ്റ്റർ We are not the reason, and we are not the perpetrators of delay. Unusually, whatever you may add as a previous, we are not perpetrators. Okay, sir. ഒരു മിനിറ്റ് സാർ. അദ്ദേഹത്തിനുള്ളൊരു സ്നേഹോപഹാരം ഷമീന നൽകും. ഷമീന രണ്ട് വാക്ക് സാറിനോട് പറയുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഏറ്റവും സീനിയർ പാസ് കേരളം അതിൽ എത്ര സംഭാവന വഹിച്ചിട്ടുണ്ട് രാഷ്ട്രീയമല്ല, കേരളത്തിന്റെ പാർട്ടി പ്രവർത്തന
ഡിലേ ഡിലേ ലാൻഡ് അക്വയർ ഇന്ന് സർവീസ് റോഡ് ഇല്ലാത്ത പ്രദേശങ്ങളുണ്ട്. അതിനെതിരെ സ്റ്റേറ്റിന്റെ സംഭാവന എത്ര ശതമാനമാണ് വെട്ടിച്ചെടുക്കുന്നത്? അവസാനം കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടത് അത് ഒഴിവാക്കി. അതൊക്കെ തന്നെയാണ് കിട്ടിയത്. അല്ലാതെ ഇത്രയും ഭരണം ചെയ്തുകൊണ്ടാണ് ഈ പണിക്കുറ നടന്നത്. കേരളത്തിൽ മാത്രം ഞാൻ പറയുന്നില്ല, തമിഴ്നാട്ടിൽ എത്രയാണ് തമിഴൻ അവൻ അവന്റെ കാര്യം സാധിച്ചു പോകുന്നു. മിടുക്കന്മാർ അവര് രാഷ്ട്രീയമൊക്കെ പറഞ്ഞു. വാജ്പേയി മന്ത്രിസഭയിൽ BJP മന്ത്രിസഭയിൽ അതുപോലെ DMK മന്ത്രിമാരുണ്ടായിരുന്നു എന്ന് നിങ്ങൾ പഠിക്കും. അറിയോ? അതിനേക്കാൾ പ്രധാനം ശ്രീ കരുണാനിധിയുടെ മരുമകൻ വരെ ആ മിനിസ്ട്രിയിൽ ഉണ്ടായിരുന്നു എന്ന് ഓർക്കുക. അത്രയേ ഉള്ളൂ രാഷ്ട്രീയം, അത്രയേ ഉള്ളൂ. താങ്ക് യു.